നാടകവേദിയിലെ നക്ഷത്രങ്ങൾ നടന ചാരുത വിടർത്തുന്ന രംഗവേദി ഭാസനും കാളിദാസനും ഭവഭൂതിയും നവഭാവങ്ങളാടുന്ന നടനവേദി. നാടകവേദിയിലെ നക്ഷത്രങ്ങൾ നടന ചാരുത വിടർത്തുന്ന രംഗവേദി ഭാസനും കാളിദാസനും ഭവഭൂതിയും നവഭാവങ്ങളാടുന്ന നടനവേദി. വിശ്വകലാഹൃദയം വിസ്മയം കൊള്ളിച്ച വിശ്വകലാഗുരുവാം ഭരതമുനി. വിശ്വകലാഹൃദയം വിസ്മയം കൊള്ളിച്ച വിശ്വകലാഗുരുവാം ഭരതമുനി. യവന പ്രതിഭകൾ ആംഗല കേസരികൾ യവനിക ഉയർത്തുന്ന രംഗവേദി. നാടകവേദിയിലെ നക്ഷത്രങ്ങൾ നടന ചാരുത വിടർത്തുന്ന രംഗവേദി ഭാസനും കാളിദാസനും ഭവഭൂതിയും നവഭാവങ്ങളാടുന്ന നടനവേദി. നാടകവേദിയിലെ നക്ഷത്രങ്ങൾ. നമോവാകം. ഗ്രീക്ക് ദുരന്ത നാടകകാരന്മാരിൽ പ്രധാനിയായ സോഫോക്ലിസ് രചിച്ച ഈഡിപ്പസ് രാജാവ് എന്ന പ്രസിദ്ധ നാടകഥയാവട്ടെ ഇന്ന്. ഗ്രീക്ക് നാടകവേദിയുടെ ആദ്യ പിതാക്കളിൽ പ്രധാനിയായ സോഫോക്ലിസ് ക്രിസ്തുവിന് മുമ്പ് 497 ഗ്രീക്കിലെ ഏഥൻസിൽ ജനിച്ചു. അജാക്സ്, ആന്റിഗണി, ദ ട്രൊച്ചിനിയെ, എലക്ട്ര, ഈഡിപ്പസ് ദ കിങ്, ഫിലോക്ലീറ്റസ്, ഈഡിപ്പസ് അറ്റ് കൊളോണസ് എന്നിവയാണ് സോഫോക്ലിസിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുള്ള നാടകകൃതികൾ. നാടകത്രയം എന്ന സങ്കല്പാധിഷ്ഠിതമായി രചിക്കപ്പെട്ട കൃതികളാണ് സോഫോക്ലിസിൻ്റെ ഈഡിപ്പസ് രാജാവ്, ആന്റിഗണി, ഈഡിപ്പസ് കൊളോണസിൽ എന്നിവ. യവന തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് ദുരന്ത നാടക മാതൃകയായി തിരഞ്ഞെടുക്കപ്പെട്ട കൃതിയാണ് ഈഡിപ്പസ് രാജാവ്. ആളറിയാതെ അമ്മയെ പരിഗ്രഹിക്കുകയും അച്ഛനെ വധിക്കുകയും ചെയ്യേണ്ടി വന്ന ഈഡിപ്പസ് രാജാവിൻ്റെ ദുരന്തകഥ ഈ നാടകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു. മഹാരാജാവേ, ഞങ്ങളെ രക്ഷിക്കൂ, ഈ ഘോരവ്യാധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ. പ്രഭു, തീപ്സിലാകമാനം ഘോരവ്യാധികൾ പടർന്നു പിടിച്ചിരിക്കുന്നു. പരിഹാരം കാണണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. നമ്മുടെ ഭരണകാലത്ത് രാജ്യത്താകമാനം ഘോരവ്യാധികൾ. എന്താണ് അപ്പോളോ ദേവന്റെ അരുളപ്പാട്? തീപ്സിലെ രാജാവായിരുന്ന ലേയൂസിന്റെ കൊലയാളിയെ കണ്ടെത്തി നാടുകടത്തിയാലേ ഈ മഹാവ്യാധി അവസാനിക്കൂ എന്നാണ് ദേവന്റെ തിരുകൽപ്പന. ലേയൂസ് രാജാവിന്റെ കൊലയാളി ആരാണയാൾ? പറയൂ, സത്യം പറയൂ. നിങ്ങളിൽ ആരെങ്കിലുമാണോ? സത്യം പറയുന്നവരെ നാടുകടത്തുക എന്ന ശിക്ഷ മാത്രമേ നാം വിധിക്കൂ. പറയൂ, സത്യം പറയൂ. ഇല്ല പ്രഭു, ഞങ്ങളിൽ ആരും തന്നെ അങ്ങനൊരു കൊലപാതകം ചെയ്തിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ജനങ്ങൾ സത്യമേ പറയൂ. പക്ഷേ ആരായിരിക്കും ആ കൊലയാളി? സത്യമറിയാൻ
പ്രവാചകനായ തിറോസിയാസിനെ അനയിക്കൂ. പ്രഭു. പ്രവാചക, നാട്ടിലാകമാനം ഘോരവ്യാധികൾ പടർന്നിരിക്കുന്നു. ലേയൂസ് രാജാവിന്റെ കൊലയാളിയെ നാടുകടത്തണമെന്നാണ് അരുളപ്പാട്. പ്രവാചകനായ തിറോസിയാസ്, പറയൂ, ലേയൂസ് രാജാവിന്റെ കൊലയാളി ആരാണ്? രാജാവേ, കാഴ്ചശക്തിയുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സത്യം അന്ധനായ ഞാൻ എങ്ങനെ തിരിച്ചറിയും? പ്രവാചക, അങ്ങ് അന്ധനെങ്കിലും ഭൂതഭാവി വർത്തമാനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവൻ. ദയവായി പറയൂ, ആരാണ് ആ കൊലയാളി? ആ സത്യം നാം തിരിച്ചറിയുന്നു, പക്ഷേ പറയാൻ മനസ്സില്ല. പ്രവാചക, തീപ്സിന്റെ ഭരണാധിപനായ നാം ആവശ്യപ്പെടുന്നു. പറയൂ, ആരാണ് ആ കൊലയാളി? രാജാവേ, ആ സത്യം അറിയാതിരിക്കുകയാണ് നല്ലത്. ഇല്ല, നമുക്കത് അറിഞ്ഞേ തീരൂ. പറയൂ. കാഴ്ചശക്തിയുള്ള അന്ധനായ രാജാവേ, എങ്കിൽ അറിഞ്ഞുകൊള്ളൂ, അമ്മയെ പരിഗ്രഹിക്കുകയും അച്ഛനെ നിഗ്രഹിക്കുകയും ചെയ്ത ആ കൊടും പാപി നിങ്ങളാണ്, നിങ്ങൾ തന്നെ. കള്ളപ്രവാചക, നിന്നെ നാം കേട്ടത് അപ്രിയ സത്യമെങ്കിലും സത്യം അസത്യമാവില്ല. എന്റെ പ്രവചനം ശരി തന്നെയോ എന്ന് അന്വേഷിച്ചു കണ്ടെത്തുക. പ്രവചന രഹസ്യം സത്യം തന്നെയോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം ഈഡിപ്പസിന്റെ ചിന്താധാര മറ്റു പലതിലുമാണ്. അധികാരമൂഖിയായ ക്രയോൺ, നമ്മുടെ സ്ഥാനം തട്ടിയെടുക്കാൻ ആ കള്ളപ്രവാചകനെ കൂട്ടുപിടിച്ച് നീ നമുക്കെതിരെ പടയൊരുക്കം നടത്തുന്നു. അങ്ങയുടെ ഭാര്യാസഹോദരനായ ഞാനെന്തിന് അങ്ങക്കെതിരെ പടയൊരുക്കം നടത്തണം? അധികാരം, അതെ, അതിനുവേണ്ടി എന്ത് നീചപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മനുഷ്യർ മടിക്കില്ല. നമുക്കെതിരെ ഗൂഢപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നിന്നെ വധിക്കാൻ നാം കൽപ്പിക്കുന്നു. പ്രഭു, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിനടിപ്പെട്ട് അങ്ങനെ ചെയ്യരുത്. ക്രയോൺ എന്റെ സഹോദരനാണ്, അവന് മാപ്പരുളു പ്രഭു. ജോക്കസ്റ്റ, നാം ആകെ അസ്വസ്ഥനാണ്. പറയൂ, നാം ലേയൂസ് രാജാവിന്റെ കൊലയാളിയാണോ? ആ അന്ധന്റെ പ്രവചനം ശരിയായിരിക്കുമോ? പ്രഭു, ലേയൂസ് രാജാവിനെ സ്വന്തം പുത്രൻ വധിക്കുമെന്നായിരുന്നു പ്രവചനം. എന്നിട്ടെന്തുണ്ടായി? കാലുകൾ തുളച്ച് കമ്പിയിട്ട് ബീദ്രോൺ മലയിൽ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ് എങ്ങനെയാണ് ലേയൂസിനെ കൊല്ലുക? എല്ലാം കള്ളപ്രവചനങ്ങൾ. കള്ളപ്രവചനങ്ങൾ. പക്ഷേ ആരാണ് കൊലയാളി? പ്രഭു, ഹേ പരിചാരക, സത്യം പറയൂ. കാലുകൾ തുളച്ച് കമ്പിയിട്ട് ബീദ്രോൺ മലയിൽ ഉപേക്ഷിക്കാൻ ഏൽപ്പിച്ച കുഞ്ഞിനെ നിങ്ങൾ എന്തു ചെയ്തു? പറയുന്നത് സത്യം മാത്രം. എല്ലാ സത്യവും അടിയൻ തുറന്നു പറയാം പ്രഭു. ലേയൂസ് രാജാവിന് ജൊക്കസ്റ്റ മഹാറാണിയിൽ പിറന്ന കുഞ്ഞ് അച്ഛനെ വധിക്കുമെന്നും അമ്മയെ പരിഗ്രഹിക്കുമെന്നും അരുളപ്പാടുണ്ടായി. ഭയവിഹ്വലരായ മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ കാലുകൾ തുളച്ച് കമ്പിയിട്ട് അടിയനെ ഏൽപ്പിക്കുകയായിരുന്നു ബീഥറോൺ മലയിൽ ഉപേക്ഷിക്കാൻ. ആ കുഞ്ഞിന്റെ ഓമന മുഖം കണ്ട അടിയന് അതിനെ ഉപേക്ഷിക്കാൻ മനസ്സു വന്നില്ല. കൊറിന്തു രാജ്യത്ത് നിന്ന് വന്ന ഒരാട്ടിടയനെ അടിയൻ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുകയായിരുന്നു. മറ്റൊന്നും അടിയൻ അറിയില്ല. നീ പറഞ്ഞത് സത്യം തന്നെയോ? അതേ പ്രഭു,
അടിയൻ പറഞ്ഞതിൽ അശേഷം കളങ്കമില്ല. കുറുന്ത് രാജ്യത്തിലെ ആട്ടിടയന് നൽകിയ ആ കുഞ്ഞ് ഒരുപക്ഷേ കൊറിന്തിലെ ആട്ടിടയനാവട്ടെ ആ കുഞ്ഞിനെ കുട്ടികളില്ലാതിരുന്ന കൊറിന്തു രാജാവിന് കൈമാറി. കാലിൽ വ്രണമുണ്ടായിരുന്നതിനാൽ വ്രണിതപാതൻ എന്ന അർത്ഥത്തിൽ ആ കുഞ്ഞിന് ഈഡിപ്പസ് എന്ന് നാമകരണം ചെയ്ത് സ്വന്തം പുത്രനെപ്പോലെ കൊറിന്തു രാജാവ് വളർത്തി. ആ കുഞ്ഞ് വളർന്ന് യുവാവായി. ഒരു സൽക്കാരവേളയിൽ നീ വരത്തൻ കൊറന്ത് രാജാവിന്റെ മകനല്ല നീ. അന്വേഷിച്ച് നോക്ക്. ആകെ അസ്വസ്ഥനായ ഈഡിപ്പസ് സത്യമറിയാൻ അപ്പോളോ ദേവാലയത്തിൽ അഭയം തേടി. അപ്പോളോ ദേവ, എന്റെ മാതാപിതാക്കൾ ആരെന്ന് സത്യം അരുളി ചെയ്താലും പരിപാവനമായ ഈ സ്ഥലത്തു നിന്നും കടന്നുപോകൂ നീച. നീ നിന്റെ അമ്മയെ പരിഗ്രഹിക്കുകയും അച്ഛനെ നിഗ്രഹിക്കുകയും ചെയ്യും. സ്വന്തം പിതാവിനെ വധിക്കുകയും മാതാവിനെ പരിഗ്രഹിക്കുകയും ചെയ്യുമെന്ന ഞെട്ടിക്കുന്ന അരുളപ്പാടറിഞ്ഞ ഈഡിപ്പസ് കൊറിന്തു രാജ്യത്തിലേക്ക് തിരിച്ചു പോകാതെ മറ്റേതോ വഴിയിലേക്ക് പലായനം ചെയ്തു. ചെന്നുപെട്ടതോ ജന്മനാടായ തീപ്സിലും. ഒരു മുക്കുട്ട പെരുവഴിയിൽ വെച്ച് ആളറിയാതെ സ്വന്തം പിതാവായ ലേയൂസ് രാജാവിനെ വധിക്കേണ്ടി വന്നു. തുടർന്ന് ഒരു ഭീകര സത്വത്തിന്റെ പിടിയിൽ നിന്ന് തീപ്സിനെ രക്ഷിക്കുകയും ചെയ്തു. അതിന് പാരിതോഷികമായി തീപ്സിന്റെ രാജാധികാരവും ഭാര്യയായി ജൊക്കസ്റ്റ റാണിയെയും ഈഡിപ്പസിന് ലഭിച്ചു. ആ ബന്ധത്തിൽ പോളിബസ്, പൊളിനിക്കസ്, ഇസ്മേനി, ആന്റിഗണി എന്ന് 4 കുട്ടികളും ജനിച്ചു. തന്റെ ജീവിത വഴികൾ തിരിച്ചറിഞ്ഞ ഈഡിപ്പസ് ഭ്രാന്തമായ അവസ്ഥയിലാണ്. ആദിപിതാക്കളെ, ആതിരാ നക്ഷത്രജാലങ്ങളെ, എന്റെ പാതിമേ പങ്കിട്ടതമ്മയോ, വാൾമുനയിൽ പ്രാണൻ പിടഞ്ഞു വീണതച്ഛന്തയോ. മനസ്സറിയാതെ അച്ഛനെ വധിക്കുകയും അമ്മയെ പരിഗ്രഹിക്കുകയും ചെയ്യേണ്ടി വന്ന ഈഡിപ്പസ് രാജാവ് മാതൃത്വത്തിന്റെ മഹനീയതയെ പങ്കിലമാക്കിയ കൊടും പാപിയായ ഈഡിപ്പസ് ജന്മം തന്ന പിതാവിനെ നിഷ്കരുണം വധിച്ച ക്രൂരനായ ഈഡിപ്പസ്
ഈഡിപ്പസ് തന്റെ പുത്രനാണെന്നറിഞ്ഞ ജൊക്കസ്റ്റാ റാണി ആത്മഹത്യയിൽ അഭയം തേടി. അമ്മേ, കൊടും പാപിയായ ഈ മകന് മാപ്പ് തരൂ. ചെയ്തതിനും ചെയ്യുന്നതിനുമെല്ലാം ഒരേ സമയം അമ്മയും ഭാര്യയുമായ ജൊക്കസ്റ്റാ റാണിയുടെ സാരിപ്പിൻ കണ്ണിൽ കുത്തിയിറക്കി ഈഡിപ്പസ് സ്വയം അന്ധത വരിച്ചു. ഞാൻ ഈഡിപ്പസ് രാജാവ്, ലേയൂസ് രാജാവിന്റെ കൊലയാളിയായ ഈഡിപ്പസ് രാജാവ്, അന്ധനായ ഈഡിപ്പസ് രാജാവ്. ക്രയോൺ, മറ്റാരും കാണാത്ത വിധം നമ്മെ തീപ്സിന് പുറത്തേക്ക് കൊണ്ടുപോകും. എന്റെ ഭാര്യയുടെ, അല്ല, അമ്മയുടെ മൃതശരീരം രാജോചിതമായ രീതിയിൽ മറവ് ചെയ്യണമെന്നും ഒരേ സമയം എൻ്റെ മക്കളും സഹോദരങ്ങളുമായ കുട്ടികളെ സംരക്ഷിക്കണമെന്നും നാം കൽപ്പിക്കുന്നു. ക്ഷമിച്ചാലും അപേക്ഷിക്കുന്നു. അങ്ങനെ സ്വയം അന്ധത വരിച്ച ഈഡിപ്പസ് തീപ്സ് വിട്ടിറങ്ങുന്നതോടെ സോഫോക്ലിസ് രചിച്ച വിശ്വപ്രസിദ്ധമായ ഈഡിപ്പസ് രാജാവ് എന്ന നാടകം പൂർണ്ണമാകുന്നു. നാടകവേദിയിലെ നക്ഷത്രങ്ങൾ നടന ചാരുത വിടർത്തുന്ന രംഗവേദി ഭാസനും കാളിദാസനും ഭവഭൂതിയും നവഭാവങ്ങളാടുന്ന നടനവേദി. നാടകവേദിയിലെ നക്ഷത്രങ്ങൾ നടന ചാരുത വിടർത്തുന്ന രംഗവേദി ഭാസനും